ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിപിൻ സ്പീക്ക് അബൌട്ട് ഫിലിം. നമ്മളും സംസാരിക്കുമ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് കേട്ടോ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗരേത്ത് എഡ്വേർട്ടാണ്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് ഡേവിഡ് കോപ്പാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്കാഡഡ് ജോൺസൺ, പിന്നെ മാഷർ അലി, ജോണത്തൻ ബെയ്ലി എന്ന് പറഞ്ഞവരൊക്കെയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഇപ്പോൾ പറയാനുള്ളത്? അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊരു പടം, അത്രേ പറയാൻ പറ്റൂ. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഒരു മിഡിൽ 27-28 ഏജിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പോൾ പഴയതുപോലെ അയ്യോ ഡൈനോസർ വരുന്നടാ ഭയങ്കര സെറ്റപ്പ് ഒന്നും തോന്നുന്നില്ല. കാരണം കാലം മാറി നമുക്കും മാറ്റം വന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു ടെംപ്ലേറ്റിന് മാത്രം ഒരു മാറ്റമില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഈ സിനിമകൾ ഇങ്ങനെ റീബൂട്ട് ചെയ്ത് ഇറക്കണേന്ന്. ഒരു ക്ലാസിക് സാധനമുണ്ട് ജുറാസിക് പാർക്ക്. അത് കഴിഞ്ഞ് അതൊരു ഡീസൻ്റ് ആയിട്ട് ഒരു 3 പാർട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഒന്ന് റീബൂട്ട് ചെയ്ത് 2015-16 ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അതിലെ പാർട്ട് 1 നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തേർഡ് പാർട്ട് പറ്റൊരു അപരാധമായി പോയി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഒട്ടും കണക്റ്റ് ആയില്ല. കാരണം നമ്മൾ കണ്ട് പഴകിയ സെയിം സ്റ്റോറി വീണ്ടും കൊണ്ടുവരിക എന്നല്ലാതെ ഇവരെന്തെങ്കിലും ഒരു പുതുമ അതിൽ കൊണ്ടുവരണ്ടേ? അതില്ല. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ സിനിമയുടെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 4-5 മെഴ്സണറി ഗ്രൂപ്പ്, അതായത് ഒരു ടീം പോണു. അതായത് ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കണ ജുറാസിക് പാർക്ക് ഉണ്ടല്ലോ, ആ പാർക്കിന് പോലെ തന്നെ മറ്റൊരു പാർക്ക് കൂടെ ഉണ്ട്, ഹൈഡ് ആയിട്ട് പോയൊരു ഐലൻഡ്. അവിടെ ഇതിന് കുറച്ചുകൂടി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് DNA കളക്ട് ചെയ്യണം. ഒരു 3-4 ഡൈനോസേഴ്സിൻ്റെ DNA കളക്ട് ചെയ്ത് വരണം. അതിനുവേണ്ടി സ്കാർലെറ്റ് ജോഹാൻസനെയും മാഷറലിയെയും ഹയർ ചെയ്യാണ്. കൂടെ ഒരു സയൻറ്റിസ്റ്റും ഉണ്ട്. അങ്ങനെ ഇവർ പോയിട്ട് ഈ DNA എടുത്തോ, അവിടെ വെച്ചിട്ട് എന്താണ് ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ സ്റ്റോറി. ഒരു സ്ഥിരം ജുറാസിക് പാർക്കിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഈ സിനിമയിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഡൈനോസേഴ്സിൻ്റെ സീക്വൻസ്, ആക്ഷൻ, അതുപോലെ അഡ്വഞ്ചർ എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി വൈസ് നല്ല രസമുണ്ട്. ക്യാമറ വർക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ഒരു സ്ഥിരം വരുന്നൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് വിഷ്വൽസ് അടിപൊളിയാണെങ്കിലും ക്യാമറ വർക്കിലൊന്നും കുറച്ചൊരു ടെൻഷൻ ബിൽഡിങ്ങിന് പറ്റിയ ഷോട്ട്സ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ചൈൽഡിഷ് ആയിട്ട് എടുത്തു വെച്ചിരിക്കണേ. കുറേ സീക്വൻസ് ഒന്നും നമുക്കൊരു ആ ഒരു എന്താ പറയുക ഹൊറർ എലമെൻസ് ഒക്കെ വളരെ കുറച്ച് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജംപ് സ്കെയർസ് ഒക്കെ വളരെ കുറവായി തോന്നി എനിക്കിതിൽ. എന്നാൽ ആക്ഷൻ സീക്വൻസും ഒക്കെ ഒരു റിപ്പീറ്റീവ് ആയിട്ട് ഒരേപോലെ തന്നെ വീണ്ടും വീണ്ടും ഇവർ ബ്ലഡ് എടുക്കാൻ പോണു, ശേഷം ബ്ലഡ് എടുക്കുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തൊരു 3-4 തവണ വരുന്നുണ്ട്. ഓക്കെ, ഇതിലിതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വലിപ്പിക്കുന്ന പോലെ. പടം ആകെ 2 മണിക്കൂറിൻ്റെ ഉള്ളിലേ ഉള്ളൂ തോന്നുന്നു. പക്ഷേ നമുക്കിത് ലാഗ് അടിച്ച് തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ എല്ലാ പാർട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം ഇതിലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി പോയി പെടുന്നു. എവിടെ? ജുറാസിക് പാർക്കിലേക്ക് എത്തണു. അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകണു. അവിടെ പോയിട്ട് അവർ ഈ ഡൈനോസറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടോ, ഈ മെഴ്സണറി ഗ്രൂപ്പ് അവർ രക്ഷിച്ചു, അല്ലെങ്കിൽ ഇവരിൽ ആരാണ് വില്ലൻ, ഇവരിൽ ഇനി ഒരു ഹൈഡായിട്ടുള്ള വില്ലൻ ഉണ്ടോ, ആ ഒരു വെറൈറ്റി ഒരു ഡൈനോസറിനെ കാണിച്ചിരുന്നു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. ആ ഡൈനോസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കിടില ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിനെ കാണാനേ ഇല്ല. ക്ലൈമാക്സ് ആകുമ്പോഴാണ് പിന്നെ അത് വരുന്നത്. ആകെ 2-3 മിനിറ്റ്, മാക്സിമം പോയി 3 മിനിറ്റോ 4 മിനിറ്റോ ഉണ്ടാവും അതിൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ പഴയ സിനിമകളൊക്കെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർക്കാനും നൊസ്റ്റാൾജിയ ഒന്ന് ഇതാക്കാനും വേണ്ടി തിയേറ്ററിൽ പോവാം. നല്ലൊരു സ്ക്രീനും നല്ല വോയിസ് സൗണ്ടൊക്കെ ഉള്ളൊരു തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ പോണത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്പോയിൽ ആവാട്ടോ. കാരണം ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. ഈ ബ്ലഡ് എടുക്കാൻ പോണു, ഓക്കെ, DNA അത് നമ്മളെ ഇപ്പോൾ ഉള്ള, അതായത് നമ്മുടെ സിറ്റുവേഷനിൽ ഹ്യൂമൻസിനെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ ഇതിൻ്റെ എന്താണ് കാര്യം, ഇത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്ര കഷ്ടപ്പെടുന്നതൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഈ സിനിമയിൽ. ഒക്കെ ഒന്ന് 1 ലൈൻ ആയിട്ടെങ്കിലും പറഞ്ഞു പോയിരുന്നു വെച്ചാലും കുഴപ്പമില്ല. ഒരു ഹ്യൂമൻ ക്യാരക്ടറിന് പോലും ഇതിൽ ഡെപ്ത് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കാരണം ഈ ഡൈനോസർ ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവർ രക്ഷപ്പെടണമെന്ന് നമുക്ക് തോന്നണ്ടേ? അല്ലെങ്കിൽ എന്നാൽ അതിനനുസരിച്ച് കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റും കാര്യമൊക്കെ വരണം. ആ പഴയ റൈറ്ററൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഡേവിഡ് കോപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ജുറാസിക് പാർക്ക് വീണ്ടും തിരിച്ചു വരുന്നു, ആ ഒരു പഴയ പ്രൗഢിയിൽ ആ ഗാംഭീര്യത്തോടെ തിരിച്ചു വരുന്നു എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു ആസ് യൂഷ്വൽ സ്റ്റോറി, ഒരു ഗെയിമിനൊക്കെ പറയാം, അഡ്വഞ്ചർ ഗെയിമിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്റ്റോറി എടുത്ത് വെച്ചിട്ട് അതിൽ ഈ ഡൈനോസേഴ്സിനെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ വെറൈറ്റി ഡൈനോസേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല ഈ പടത്തിൽ. എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആ പാർട്ട് 1ഉം പിന്നെ ആ ഒരു സീരീസിൽ ട്രിയോളജിയും പിന്നെ രണ്ടാമത് റീബൂട്ട് ചെയ്തപ്പോൾ ഉള്ള ഫസ്റ്റ് പാർട്ടും. സെക്കൻഡ് പാർട്ട് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുഴപ്പമില്ലാത്തൊരു പടമാണ്, കണ്ടു നോക്കുക.
കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഈ പടത്തിലുണ്ട് കേട്ടോ.